വയനാട്ടിലും ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളിലൊന്നാണ് മേപ്പാടി ഗ്രാമപഞ്ചായത്ത്. തേയിലത്തോട്ടങ്ങളും മലനിരകളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെയുള്ള മനോഹരമായ ഭൂപ്രദേശം. പക്ഷേ പ്രകൃതി ദുരന്തത്തിന്റെ കാര്യത്തിൽ ഇവിടം വയനാടിന് പലപ്പോഴും കണ്ണീരായി മാറുകയാണ്. റിപ്പോർട്ട് കാണാം. 2019 പുത്തുമല, 2024 മുണ്ടക്കൈ ചൂരൽമല, 2026 കള്ളാടി. കാലവർഷം ആരംഭിച്ചാൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ വയനാടിന്, പ്രത്യേകിച്ച് മേപ്പാടിക്കാർക്ക് ഭീതിയുടെ മാസക്കാലമാണ്. എപ്പോഴാണ് മണ്ണിടിച്ചിലും മലവെള്ളവും ഉരുൾപൊട്ടലും സംഭവിക്കുകയെന്ന് അറിയില്ല. 2019 ശേഷമാണോ ഈ പ്രകൃതി ദുരന്തങ്ങൾ ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ അല്ലെന്നാണ് ഉത്തരം. 1962, 1996, 2024 വർഷങ്ങളിൽ ചെമ്പ്രമലയിലും താഴ്വാരങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. 1984 മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിൽ 17 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 2019 2020 മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടൽ ആവർത്തിച്ചു. പുത്തുമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ 17 പേർക്കാണ് 2019 ജീവൻ നഷ്ടമായത്. 5 പേരിപ്പോഴും കാണാമറയത്ത് തന്നെ തുടരുകയാണ്. പുത്തുമല ഉരുൾപൊട്ടലിന് പിന്നാലെയാണ് മലപ്പുറം കവളപ്പാറയിലും ഉരുൾപൊട്ടൽ സംഭവിച്ചത്. 59 പേർക്ക് ജീവൻ നഷ്ടമായി. 11 പേരെ കണ്ടെത്താൻ സാധിച്ചതുമില്ല. ആകാശദൂരം പരിഗണിച്ചാൽ പുത്തുമലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് കവളപ്പാറയിലെ മുത്തപ്പൻ കുന്നും. മുണ്ടക്കൈ ചൂരൽമലയിൽ 2024 ജൂലൈ 30 ഉരുൾപൊട്ടൽ 3 വാർഡുകളെയാണ് ബാധിച്ചത്. മുണ്ടക്കൈ ചൂരൽമല വാർഡുകളുടെ ഭൂരിഭാഗവും തച്ചുടച്ചു കൊണ്ടുപോയ ഉരുളിൽ പൊലിഞ്ഞത് 298 പേരുടെ ജീവനുകളാണ്. 32 പേർ ഇപ്പോഴും കാണാമറയത്ത് തുടരുന്നു. മണ്ണിടിച്ചിലിന് മുമ്പേ കള്ളാടിയിൽ 24 മണിക്കൂറിനിടെ ലഭിച്ചത് 265 മില്ലിലിറ്റർ മഴയാണ്. പെട്ടെന്നുള്ള ഈ അതിതീവ്ര മഴയാണ് മണ്ണിടിയാൻ കാരണമായത്. ഈ അതിതീവ്ര മഴ തന്നെയാണ് കവളപ്പാറയിലും പുത്തുമലയിലും മുണ്ടക്കൈ ചൂരൽമലയിലും വലിയ പ്രകൃതിക്ഷോഭത്തിലേക്ക് വഴിതെളിച്ചത്. തൊട്ടടുത്ത വാർഡുകളാണ് അട്ടമല, മുണ്ടക്കൈ, ചൂരൽമല, പുത്തുമല, ചുളിക്ക വാർഡുകൾ. വെള്ളം നന്നായി വലിച്ചെടുക്കുകയും പുറന്തള്ളുകയും ചെയ്യുന്ന സ്വഭാവമാണ് പൊതുവെ വയനാട്ടിലെ മണ്ണുകൾക്കുള്ളതെന്നാണ് മണ്ണ് ഗവേഷകരുടെയും നിഗമനം. പ്രകൃതിക്ഷോഭമുണ്ടായാൽ പൂർണ്ണമായും ഒറ്റപ്പെടുന്ന മേഖലയാണ് മേപ്പാടി ചൂരൽമല പാത. കൃത്യസമയത്ത് ആളുകൾക്ക് കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകുകയാണ് ജനങ്ങളുടെ ജീവൻ നഷ്ടമാവാതിരിക്കാനുള്ള ഏക മാർഗം. കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകാൻ വൈകിയതാണ് മുണ്ടക്കൈ ചൂരൽമലയിലെ ഉരുൾപൊട്ടലിന്റെ അടക്കം ആക്കം കൂട്ടിയത്. കള്ളാടി, ഇളമ്പിലേരി മേഖലയിലടക്കം അതിതീവ്രമായ മഴ ലഭിച്ചിട്ടും വയനാട്ടിൽ മഴ മുന്നറിയിപ്പ് യെല്ലോ അലേർട്ടായി തന്നെ തുടർന്നത് ഗൗരവകരമായ വീഴ്ചയാണ്. പശ്ചിമഘട്ട മലനിരകൾ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള മേഖലയാണ്. ചെമ്പ്ര, അരണമല, അട്ടമല, വെള്ളരിമല, മണിക്കുന്നുമല തുടങ്ങി അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള മലനിരകളാണ് മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ ഉള്ളത്. വികസനത്തിന്റെയും ടൂറിസത്തിന്റെയും പേരിലും കാലാവസ്ഥാ മുന്നറിയിപ്പ് വൈകുന്നതിന്റെ പേരിലും ഇനിയൊരു ജീവനും മണ്ണിൽ പൂണ്ടുപോവാതിരിക്കട്ടെ, ചാലിയാറിൽ ഒഴുകാതിരിക്കട്ടെ, ശരീരഭാഗങ്ങൾ അറ്റുപോവാതിരിക്കട്ടെ, തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ ആവാതിരിക്കട്ടെ. പ്രിയപ്പെട്ടവർക്ക് സ്നേഹചുംബനം നൽകാൻ അവസാനമായി അവരെയൊന്നു കാണാൻ കാണാമറയത്തേക്ക് മറഞ്ഞു പോവാതിരിക്കട്ടെ. അമൃത ന്യൂസ്, വയനാട്.